നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരനെ മർദ്ദിച്ച SFIക്കാരുടെ ദൃശ്യങ്ങൾ. അത് തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. MOT അതായത് മാൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഡ്യൂട്ടിയിലല്ലായിരുന്നു, യൂണിഫോമിലല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഡ്യൂട്ടിയിലാണെങ്കിലും അല്ലെങ്കിലും ഒരു പോലീസുകാരനും ഏത് സമയത്തായാലും അദ്ദേഹം ഒരു ഓൺ ഡ്യൂട്ടിയിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് റെക്കോർഡ്സിലടക്കം പറയുന്നത് എന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ നേരെ നടത്തിയ ഈ ഒരു ആക്രമണം അത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. അതിൽ പറയുന്നത് ഈ പോലീസുകാരൻ അത്ര വെടിപ്പുള്ള ഒരാളല്ല എന്നാണ്. അതായത് കണ്ണിൽ കണ്ട എല്ലാവരെയും തല്ലിച്ചതിക്കാൻ പോലീസ് യൂണിഫോം ഉപയോഗിക്കുന്ന ഒരു ക്രിമിനൽ ആണ് എന്നാണ്, നോൺസെൻസ് ആണ് എന്നാണ് അദ്ദേഹം പല അമ്മമാരടക്കം ുള്ളവർ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. തിരുവനന്തപുരത്ത് മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ SFIയെ പിന്തുണച്ചുകൊണ്ട് KSU നേതാവ് രംഗത്ത് വരികയാണ്. പോലീസ് മർദ്ദനത്തെ ന്യായീകരിച്ച KSU വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. പോലീസിലെ ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി നൽകണം, കൊടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇയാൾ കാക്കിയിട്ട് കഴിയുമ്പോൾ പല ഏമാന്മാരുടെ വിചാരമുണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാരെ അടിച്ച് ഉരുട്ടാമെന്ന്. അമ്മമാരുടെ നിലവിളിയും അമ്മമാരുടെ കരച്ചിലും കേൾക്കാത്ത പോലെ നടന്നു പോയാൽ പോലും അതൊന്നും അത്ര നല്ല കാര്യമല്ല, കൊടുത്താൽ കൊല്ലത്തല്ല, ഇന്നിപ്പോൾ ഇതാ മാളിലും കിട്ടുമെന്ന് ഇത്തരത്തിൽ പണി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും അറിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ്. അതായത് ആഭ്യന്തരത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി കൈവയ്ക്കുന്നത്. എന്തിനേറെ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ തന്നെ ഭർത്താവിനെ കൊണ്ടുപോയ എന്തിനെന്ന് ചോദിക്കാൻ പോയ ഭാര്യയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഒരു യുവതിയെ ചെവിക്കുറ്റി നോക്കി അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട നാടാണിത്. അതുപോലെ തന്നെ കിളിക്കല്ലൂർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കുകയുമില്ല. എന്തായാലും കാക്കി ആരെയും ആക്രമിക്കാനോ മർദ്ദിക്കാനോ ഉള്ള ലൈസൻസ് അല്ല എന്നും അരുൺ രാജേന്ദ്രൻ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമായി പറയുകയാണ്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇങ്ങ് മാളിലും കിട്ടും. പോലീസ് അതിക്രമത്തെ ഒരു കൂട്ടം SFI പ്രവർത്തകർ നടത്തിയ ആക്രമം എന്ന തരത്തിൽ വാർത്ത വരുന്നുണ്ട്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ അതല്ലെന്നും അരുൺ പറയുകയാണ്. ന്യൂ ഇയർ പാർട്ടിക്കിടെ ആഘോഷങ്ങൾ മാറ്റിവെച്ച ഉപജീവനത്തിനിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ പരിപാടിക്കിടെ സംഘർഷം ഉണ്ടാകുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ മുന്നിൽ വെച്ച പോലീസ് തലയ്ക്കടിക്കുകയും യുവാവ് ബോധരഹിതനായി വീഴുകയുമായിരുന്നു. ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്നുവെന്നും പോലീസ് അതിക്രമത്തിന് ഇരയായ യുവാവ് ഒരു സംഘടനയുടെയും ഭാഗമല്ല എന്നും അവിടെ പോയതെന്നും ഒരു സംഘടനയുടെ ഭാഗമായിട്ടല്ല അവിടെ പോയതെന്നും അരുൺ രാജേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ച ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു. അടികൊണ്ട് ആ ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീഴുന്നതും വീഡിയോയിൽ കാണാം. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എന്റെ അഭിപ്രായം. വിനയ് പ്രകാശ് ന്യൂ ഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല. അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവുമായിരുന്നില്ല എന്നാണ് അരുൺ രാജേന്ദ്രൻ പറയുന്നത്. തൃശൂരിൽ KSU പ്രവർത്തകരെ മാസ്കും വിലങ്ങും അണിയിച്ചും വീട് വളഞ്ഞും ആക്രമിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ CI ഷാനവാസും മണലൂരിലെ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച CI നൂറും കൂട്ടാളികളും ഇവരൊക്കെയും പോലീസിലെ ഈ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. കാക്കിയും ലാത്തിയും ആരെയും ആക്രമിക്കാനോ ആരെയും കൊല്ലാനോ ഉള്ള ലൈസൻസ് അല്ല എന്ന് ഓർക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാവുമെന്നും അരുൺ കുറിക്കുകയാണ്. അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇങ്ങ് മാളിൽ വെച്ചും കിട്ടും. ഇന്നലെ നടന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു കൂട്ടം SFI പ്രവർത്തകർ നടത്തിയ ആക്രമം എന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വാർത്തയിലെ വസ്തുത എന്താണ്? ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയാകെ ആഘോഷരാവിന്റെ ലഹരി നുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു. അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷം ഉണ്ടാകുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരൻ അവനെ തലക്കിട്ടടിച്ച് വീഴ്ത്തുന്നു. അതും നൊന്തുപെറ്റ അമ്മയുടെ മുന്നിൽ വെച്ച്. മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടിവന്ന ആ അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ്. ഉപജീവനം തേടിപ്പോയ ആ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. തലയ്ക്ക് ലാത്തി കൊണ്ടടിച്ച ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു. അടികൊണ്ട്
കണ്ട ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീഴുന്നതും വീഡിയോയിൽ കാണാം. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ടുകയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടി എന്നാണ് എന്റെ അഭിപ്രായം. വിനയ് പ്രകാശ് ന്യൂ ഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല. അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ആയിരുന്നില്ല. തൃശൂരിൽ KSU പ്രവർത്തകരെ മാസ്കും വിലങ്ങും അണിയിച്ച് വീട് വളഞ്ഞാക്രമിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ CI ഷാനവാസും മണലൂരിലെ സുജിത്തിനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച CI നൂറും കൂട്ടാളികളും ഇവരൊക്കെയും പോലീസിലെ ഈ ക്രിമിനൽ സംഘത്തിൽ പെട്ടവരാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന് കരുതി ആരെയും കൊല്ലാനുള്ള ലൈസൻസ് അല്ല എന്ന് ഓർമ്മ വേണമെന്നാണ് പറയുന്നത്. പുതുവർഷ രാത്രിയിൽ ശംഖുമുഖത്ത് നടന്ന മർദ്ദനത്തിന്റെ പ്രതികാരമായാണ് നന്ദാവനം എയർ ക്യാമ്പിലെ CPO ആയ മിഥുൻ റോയിയെ SFI പ്രവർത്തകർ ഇന്നലെ പിന്തുടർന്നെത്തി ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 3-ന് തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിലായിരുന്നു സംഭവം. SFIക്കാർക്കെതിരെ പേട്ട പോലീസ് ചുമത്തിയത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. അതേസമയം മിഥുനും സഹോദരിക്കുമെതിരെ വഞ്ചൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് സേനയിൽ കടുത്ത അമർഷത്തിനും വഴിവെച്ചിട്ടുണ്ട്. ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുടർന്ന SFI പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയിൽ പ്രതിഷേധം തുടരുകയാണ്. പോലീസുകാരനെ വളഞ്ഞിട്ടാക്രമിച്ചത് അപമാനകരമാണ് എന്ന് പോലീസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതിന് പിന്നാലെ പോലീസ് ഗ്രൂപ്പുകളിൽ പ്രതിഷേധം കത്തുകയാണ്. പോലീസുകാരനെതിരെ കേസെടുത്തതിലും SFIക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് മാത്രം ചുമത്തി കേസെടുത്തതിലും അമർഷം തുറന്നു പ്രകടിപ്പിക്കുകയാണ് പോലീസുകാർ. ദ കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് സമൂഹ മാധ്യമങ്ങളുടെ സ്റ്റാറ്റസ് ആക്കിയാണ് പോലീസുകാർ അവരുടെ അമർഷം പ്രകടിപ്പിക്കുന്നത്. മിക്ക പോലീസുകാരുടെയും സാമൂഹിക മാധ്യമങ്ങളിലെ സ്റ്റാറ്റസ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ മാസ് ഡയലോഗാണ്. എന്തായാലും മാസ് അടിച്ചിരിക്കുന്ന പോലീസുകാരെ നിങ്ങൾ അനാവശ്യമായി അല്ലെങ്കിൽ ജനങ്ങളുടെയും ജനങ്ങളുടെയും കൂട്ടുകാരാണ്, അല്ലെങ്കിൽ നാട്ടുകാരനെ പോലെയാണ്, സഹോദര തുല്യനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയൊക്കെ പട്ടിയെ ചതയ്ക്കുന്നത് പോലെ ചതച്ചു കഴിഞ്ഞാൽ, അതും ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ ചതച്ചു കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നു, MP പോലും രക്ഷയില്ലാത്ത നാടാണ്. MP മൂക്കമ്മണ്ട അടിച്ചു പൊട്ടിച്ച് ചോരയൊലിപ്പിച്ചിരുന്നിട്ട് പോലും ഒരു കേസ് പോലും എടുക്കാത്ത നാടാണ് നമ്മുടേത്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അമ്മയുടെ കരച്ചിൽ നമ്മളും കേട്ടതാണ്. അപ്പോൾ പോലീസ് മാത്രം വെടിപ്പല്ല എന്ന് തന്നെയാണ് പല സംശയങ്ങളും ഉണ്ടാകുന്നത്. SFI എന്നൊരു പേര് കേട്ടതുകൊണ്ട് അവർ തെറ്റുക ചെയ്തോ എന്നുള്ള സംശയവും ഉണരുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വെക്കണമായിരുന്നു. ഏതായാലും സുരേഷ് ഗോപി അവതരിപ്പിച്ച ഭരത് ചന്ദ്രൻ IPS മേലുദ്യോഗസ്ഥനായ രാജൻ P ദേവും NS വർഗീസും ചേർത്ത കഥാപാത്രങ്ങളോട് പറയുന്ന മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമീതിയും എന്ന് തുടങ്ങുന്ന സംഭാഷണം ഇപ്പോൾ റീലായി കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ പോലീസുകാർ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയും അതുപോലെ തന്നെ Facebook പോസ്റ്റ് ആക്കിയും ഒക്കെ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്തായാലും കിട്ടിയ അടി കാര്യമായി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം പലർക്കും വേണ്ടി ഒരു പാഠം കൂടിയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ പോലീസുകാരനെ ഏത് പാതിരാത്രി വീട് കയറി കൊല്ലാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പോലീസുകാർക്ക് ലാത്തി കിട്ടിയാൽ ആരെയും അടിക്കാം, കൊല്ലാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു നില എത്തുകയാണ്.